ഗൈസ് എല്ലാരും പറയും ജിജോയ്ക്ക് ടെക് വർക്ക് ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, എന്തിനാ കഷ്ടപ്പെടുന്നത്? പക്ഷെ ഈ കഷ്ടപ്പാടിനൊരു സുഖമുണ്ടല്ലേ, പണ്ടത്തെ ഓർമ്മ. പൈസ മാത്രമല്ല കേട്ടോ, സത്യമായിട്ടും കഴിഞ്ഞേ മടുത്ത് കേട്ടോ പാവം. ഇതുണ്ട് ഇതുപോലെ ഓരോ റബ്ബറിന്റെ ചോട്ടിൽ കൂടെ ഒട്ടുപോലെ കിടപ്പുണ്ട്. അപ്പൊ ഗൈസ് ഞങ്ങൾ എത്തി കേട്ടോ നമ്മുടെ സ്ഥലത്ത്. ഏതാണ്ട് അക്കിരി. അയ്യോ എന്തിനാ വന്നേ? എന്തിനാ വന്നേ പപ്പാന്റെ കൂടെ? അപ്പൊ ഗൈസ് ഞങ്ങള് നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. തക്കിരിയും പോരുന്നുണ്ട് കേട്ടോ. തക്കിരി അവൾ വീട്ടിലിരിക്കുന്നില്ല. അമ്മച്ചി സാറിന് തക്കിരിനെ ഞങ്ങള് മമ്മീന്റെ അടുത്ത് ആക്കിയിട്ടാ പോകുന്നത്. മമ്മി ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയാനുള്ള ആള് ഭയങ്കര ഒരുക്കത്തിലാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ശരിക്കുള്ള ലൈഫാണ് കേട്ടോ. നിങ്ങളെല്ലാവരും എൻ്റെ ലൈഫ് നോക്കുമ്പോൾ സമയത്ത് ഞാനിപ്പം വലിയ ടെക്ക് മറ്റേത് മറിച്ച് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നു അങ്ങനെയൊക്കെയല്ലേ അറിയത്തുള്ളൂ. ഇന്നലെ നമ്മൾ വണ്ടീൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു. ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് നമുക്ക് 2 സ്ഥലത്ത് റബ്ബർ പാട്ട് എടുത്തിട്ടുണ്ട്. റബ്ബറിൻ്റെ പാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അല്ലാതെ യൂട്യൂബിൻ്റെ സർവീസ് ഉണ്ട്. അത് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്നത് റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് പോകാണ്ടിരിക്കാനാവില്ല. നമ്മൾ റബ്ബർ പാട്ടം എടുത്തെടുത്ത് നമുക്ക് ഒട്ടുപാല് കാര്യങ്ങൾ ഷീറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പാട്ടം എടുത്ത സ്ഥലങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ, ഇത്രയ്ക്ക് ശരിക്കും പറഞ്ഞാൽ റബ്ബർ വെട്ടുന്ന ആൾക്കാർക്ക് അതൊരു വിഷയമല്ലെങ്കിലും റബ്ബർ വെട്ടാത്ത റബ്ബറുമായി ബന്ധമില്ലാത്ത ആൾക്കാർ ഈ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബോധം കിട്ടുപോകുന്ന സ്മെല്ലാണ്. നല്ല സ്മെല്ലാണ്. അത്രയ്ക്ക് ഒരു അവിഞ്ഞ മണം വേറെ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു കോമഡി ഞാൻ കാണിച്ചു തരാം. ഞാൻ അത്രയ്ക്ക് അവിഞ്ഞ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോവാണ്. പോകുന്ന പോക്കിൽ ഒരുത്തി ഡ്രസ്സ് എടുത്തിട്ട് വെച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ നീ എങ്ങോട്ടാണ് പോകുന്നത്? കണ്ടില്ലേ? ഭയങ്കര പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കൺമഷിയൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടാ പോകുന്നത്. എവിടെയാ ഒട്ടുപോലെ വെറുക്കാൻ പോവാ. ഇപ്പൊ നമ്മൾ ഈ ഒരു ബക്കറ്റൊക്കെ എടുത്ത് പോവാണ്. ഇത് പെയിന്റിന്റെ ബക്കറ്റാ കേട്ടോ. പ്രൈമർ അടിച്ചതിന്റെ ബാക്കിയുള്ള ബക്കറ്റാ. ഇയാളാണ് മുമ്പ് തക്കിരിയാണ് മുമ്പ് ഇറങ്ങുന്നത് കേട്ടോ. എനിക്ക് അപ്പൊ നമ്മൾ ഈ വണ്ടിയിലല്ല പോകുന്നത്. ഈ വണ്ടി നമ്മളവിടെ വെച്ചേക്കുക. അപ്പൊ നമ്മളടുത്ത് മറ്റേ വണ്ടിയിലാണ് പോകുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് എണ്ണയൊക്കെ അടിക്കണം പോയിട്ട്. എന്നിട്ടാണ് മലയ്ക്ക് പോകാൻ വേണ്ടി കുറേ വെട്ടി. ഞാനിപ്പോൾ ഒരു 10-15 ദിവസത്തെ വെട്ടിൻ്റെ ഒട്ടുപാൽ അവിടെ കിടപ്പുണ്ട്. അത് എടുക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഇതിൻ്റെ അകത്താണ് പോകുന്നത്. അപ്പോൾ ഈ ബക്കറ്റൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റി വെക്കുവാണ്. ഓക്കെ, എന്നിട്ട് കുറച്ച് എണ്ണ അടിക്കണം പോയിട്ട്. എണ്ണയൊക്കെ അടിച്ച് നമ്മൾ ഒട്ടുപാൽ എടുക്കാൻ വേണ്ടി പോവാണ്. ഒട്ടുപാൽ എടുക്കണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വേറെ മേടിക്കണം. അതിൻ്റെ അല്ലെങ്കിൽ ഫുള്ള് മണക്കും ഒലിക്കുന്ന സാധനമാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. തക്കിരിയും പോരുന്നുണ്ട് കേട്ടോ. തക്കിരി അവൾ വീട്ടിലിരിക്കുന്നില്ല. അമ്മച്ചി സാറിന് തക്കിരിനെ ഞങ്ങൾ മമ്മീൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോകുന്നത്. മമ്മി ഇന്ന് ഒരു ഹോസ്പിറ്റലിൽ എവിടെയാണ് പോയതുകൊണ്ട്, പഞ്ചായത്തിലെവിടെയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് അമ്മയില്ല. അപ്പോൾ തക്കിരിയും കൂടെ ഞങ്ങളെ പുലാക്കി. തക്കിരിക്ക് മുട്ടായി വേണം, ബിസ്ക്കറ്റ് വേണം, അങ്ങനെ എല്ലാ സാധനവും വേണം. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം മേടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ നേരെ സ്ഥലത്തോട്ട് പോവാണ്. അയ്യോ, അവിടെ എത്തിക്കഴിഞ്ഞാലാണ് നല്ല വെയിലുമായി കേട്ടോ. ഇന്ന് രാവിലെ പിള്ളേരെ കൊണ്ടുകൊണ്ട് പോകുന്നുണ്ട്. റബ്ബർ വെട്ടാനും പോയിട്ടില്ല. അങ്ങനെ കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ റേഞ്ച് ഇല്ല കേട്ടോ. തിരിച്ച് വന്നിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഗൈസ് ഞങ്ങൾ എത്തി കേട്ടോ നമ്മുടെ സ്ഥലത്ത്. ഏതാണ്ട് അക്കിരി. അയ്യോ എന്തിനാ വന്നേ? എന്തിനാ വന്നേ പപ്പാന്റെ കൂടെ? പപ്പാനോട് പണിയെടുക്കാൻ വന്നാ? അപ്പോൾ നമ്മൾ വണ്ടി അവിടെ തുറന്ന് പ്ലാസ്റ്റിക് കിട്ടുക. അതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ സാധനം കൊണ്ടുപോയി വിടുന്നത് കേട്ടോ. അങ്ങനെ പ്ലാസ്റ്റിക് കിട്ടില്ല, ഫുള്ള് വെള്ളം മണക്കും. ഓക്കെ, ഈ ബക്കറ്റാണ് എടുക്കുന്നത്. ഈ ബക്കറ്റിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് നമ്മുടെ തോട്ടം കേട്ടോ. അതെടുക്കാം അവിടെ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ തോട്ടം. അങ്ങനെ എപ്പോഴോ വീഡിയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് റൂം കേട്ടോ. ഇവിടെ നമ്മൾ തുറന്നിട്ട് ഉണ്ടോ, ഞാനിവിടെ എനിക്ക് കിട്ടിയതാണ് മറ്റേ അമ്പ് കേട്ടോ. മറ്റേ മുള്ളൻ്റെ അമ്പ്. ഇവിടെ നല്ല പന്നിയൊക്കെ ഉള്ള സ്ഥലമാണ്. മുള്ളൻ്റെ അമ്പാണ് കേട്ടോ ഇത്. മുള്ളൻ്റെ മേലത്തെ അമ്പ്. അപ്പോൾ ഇവിടെ ഇത് തുറന്നിട്ട് നമുക്കിവിടെ കയറ്റി സാധനം ഇടാം. താക്കോല് വീട് പോയി. താക്കോല് തക്കിരി തുറക്ക്. തക്കി തുറക്ക്. മാറ്. അപ്പോൾ ഗൈസ് നമ്മൾ
കേറിയിട്ടുണ്ട്. ഇനി അലമ്പായിട്ട് കിടക്കുവാ. നീ ഇവിടെ കയറി ഇരുന്നോണ്ട് ദിവസം. അല്ലാണ്ട് നിന്നെ കൊണ്ട് ഇപ്പം കൊച്ചിനെ കൊണ്ട് കൊടുക്കാനാവോ? ചേട്ടായുടെ സാമ്രാജ്യത്തിൽ കയറി ചേട്ടായി ഒട്ടുപാല് വെറുക്കുക കേട്ടോ. ഇതിന്റെ മുകളെല്ലാം ഇതുപോലെ ചണ്ടിയും ചപ്പൊക്കെ ഉണ്ടോ? അതെല്ലാം പറിച്ച് വെറുക്കണം. അങ്ങനെ വെറുക്കണം. അതാണ് പ്രശ്നം. ഈ ഓരോ സാധനങ്ങൾ വെട്ടിയിടുമ്പോൾ ഇതിന്റെ മുകളിലൊക്കെ ഇങ്ങനെ ചണ്ടി പിടിക്കും. ഈ ചണ്ടി എല്ലാം പെറുക്കില്ല, അല്ലെ അവിടെ ചെന്നിട്ട് നമുക്ക് പണിയാവും. ചണ്ടി പിടിക്കുമോ? കരിയില പിടിക്കും. അത് തന്നെ ചണ്ടി. പിന്നെ ഈ പത്തനംതിട്ടയും കോഴിക്കോട് ആയിട്ടുള്ള വ്യത്യാസമാണ് വർത്താനത്തില്. ഇവളുടെ സ്ലാങ് അല്ല എന്റെ. തക്കി മുന്നേ എന്നെ കൈ പിടിച്ചോണ്ട് പോവാണ്. വാവാകും പറഞ്ഞു. ഓരോന്നിനും ചോട്ടിക്കൂടെ ഈ സാധനം ഉണ്ടാവും. തക്കിയില്ലാന്ന് ഞാനും കൂടെ പെറുക്കേന്. സത്യം കേട്ടോ. ഉണ്ടൂസ് ഞാനിത് തക്കിരി ഇപ്പൊ അമ്മേന്റെ അടുത്ത് ആക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ടൂസ് എൻ്റെ കൂടെ ഇതേപോലെ ഇരുന്നിട്ട് ഉണ്ടൂസ് ഞങ്ങൾ ഒരുമിച്ചാണ് പെറുക്കി പോകുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ആണ് ഒരു പ്രാവശ്യം ഇത് പെറിക്കുന്നത് അല്ലേ? 2 ആഴ്ച ഒന്നാണ് നമ്മൾ. ചേട്ടാ ഈ മരിക്ക് പാൻറ് ഇട്ടാ പോരായിരുന്നു. ഇപ്പൊ പെറുക്കിയിട്ട് കാണാൻ കൈ 10-250 റവറുണ്ട്. 250 റവറിന്റെ ചോട്ടിൽ കൂടെ ഇതുപോലെ നടന്ന് പെറുക്കണം. എന്നാലും നമ്മളെ തക്കി വേണ്ട ഒട്ടുപാട് വിളിച്ചിരുന്നു. തക്കി ഒട്ടുപാട് വിളിക്കാണ്. ഒട്ടുപാട് പോയി കേട്ടോ. തക്കടും മുന്നേ സ്കൂളിൽ പോയി കേട്ടോ. അവര് ഈ തോട്ടത്തിലൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അവരെ രണ്ടിനെ കൊണ്ടുവന്നിട്ടില്ല. ഇനി അവരെ കൊണ്ടും കൊണ്ടുവരണം. അതെ, നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞു ജീവിക്കണമെന്നാ. അതാണ് നമ്മുടെ സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മള് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടെങ്കിലും നമ്മുടെ ടെക്കിന്റെ വർക്ക് കാര്യങ്ങൾ സംഭവങ്ങൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. ഞാൻ ആംബുലൻസിൽ പോയിട്ടുണ്ട്, തേപ്പിന് പണിക്ക് പോയിട്ടുണ്ട്, ഡ്രൈവിങ് വേറെ എല്ലാം എന്തൊക്കെയോ പണിക്ക് പോയിട്ടുണ്ട്. ആശാരിപ്പണി ചോദിച്ചു ബാക്കി എല്ലാ പണിക്കും പോയിട്ടുണ്ട്. പക്ഷെ തെങ്ങ് കയറാൻ പോയിട്ടുണ്ടോ? അത് പറ്റില്ല. പിന്നെ എല്ലാ പണിക്കും പോയിട്ടുണ്ട്. അപ്പൊ എന്നാ പറഞ്ഞാലും എന്താ പറഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം സംഭവം കാണാൻ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാലും ഈ റബ്ബറിന്റെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അറിയാം. നമുക്ക് ഏത് സമയത്ത് 1 രൂപ ഇല്ലാത്ത സമയത്ത് ഈ സാധനം ഞാൻ എടുത്തോണ്ട് പോയിട്ട് അരി മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പണി ഞാൻ വിടൂല. എത്ര എന്തൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞാലും ഈ പണി വിട്ടുള്ള പരിപാടിയില്ല. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഈ പരിപാടി നിർത്തൂല. അപ്പൊ നമുക്ക് എന്തായാലും ഫുൾ പരിപാടി കഴിഞ്ഞിട്ട് കാണാം അല്ലേ? വണ്ടി കയറിയിട്ട് കാണാം. അടുത്ത് പണ്ടാറ അടങ്ങി വന്നിരിക്കും കേട്ടോ ചേട്ടായി. എല്ലാരും പറയും ജിജോയ്ക്ക് ടെക് വർക്കുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, എന്തിനാ കഷ്ടപ്പെടുന്നത്? പക്ഷെ ഈ കഷ്ടപ്പാടിനൊരു സുഖമുണ്ടല്ലേ? പണ്ടത്തെ ഓർമ്മ. പൈസ മാത്രമല്ല കേട്ടോ, സത്യമായിട്ടും പൈസ മാത്രമല്ല. ഞാൻ സാധാരണ ഒരു കൊല്ലക്കാലം ഞാൻ ഒരു പണിക്കും പോയില്ല. യൂട്യൂബിന്റെ വർക്ക് മാത്രമായിട്ടാണ് അല്ലേ? ഒരു കൊല്ലം യൂട്യൂബിന്റെ വർക്ക് മാത്രമായിട്ട് പോയി, വേറെ ഒരു പണിക്കും പോയില്ലായിരുന്നു. പൈസ ഉണ്ട്, അത്യാവശ്യം വർക്കും യൂട്യൂബിന് വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പിന്നെ എനിക്ക് തോന്നി ഞാൻ ജിമ്മിൽ പോയിക്കൊണ്ടു അല്ലേ? ഒരു കൊല്ലം ഏകദേശം ജിമ്മിൽ പോയിക്കൊണ്ടിരുന്നു. ജിമ്മിൽ മാത്രം പോവാ, വൈകുന്നേരം ജിമ്മിൽ പോവാ, ഫുൾ വർക്ക് തന്നെ, സുഖമുള്ള ജീവിതം. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ആ ഒരു സംഭവം ഒഴിവാക്കിയിട്ട് ജിമ്മിൽ നമ്മൾ 1000 രൂപ അങ്ങോട്ട് കൊടുക്കുക. ഇതിപ്പോ നമ്മൾ ഒരു മാസം നമ്മൾ രാവിലെ വന്നിട്ട് കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിന്റെ വർക്ക് അതിൻ്റെ ഇടയ്ക്ക് നടക്കുകയും ചെയ്യും. ഏകദേശം 10-40,000 രൂപ നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു വർക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലേ? ഞാൻ കുറച്ച് പാട്ട് എടുത്തു, 2 സ്ഥലത്ത് പാട്ട് എടുത്തു. ഈ ഒരു വർക്കിൽ നിന്ന് നമുക്ക് 10-40,000 രൂപ ഉണ്ടാക്കണം. 1000 രൂപ അങ്ങോട്ട് കൊടുക്കണോ? ശരീരത്തിന്റെ രാവിലെയുള്ള വർക്കൗട്ട് പോലത്തെ നടക്കുകയും ചെയ്യും. ശരീരം ജിമ്മിൽ പോകുന്നതിനേക്കാളും കൂടുതൽ സൂപ്പർ ആവുകയും ചെയ്യും. 1000 കൂടെ പൈസ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചു ഇത് തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇനിയിപ്പോ ഒരു 2 കെട്ടും കൂടെ എടുക്കാനുണ്ട്. ഒരു ബക്കറ്റിലും ഒരു കെട്ടും കൂടെ. ഒരു കെട്ട് ഞാൻ കൊണ്ട് വണ്ടി കൊണ്ട് വിട്ടു, 2 കെട്ടും കൂടെ അടിയിൽ എടുക്കാനുണ്ട്. അപ്പം പോയി എടുത്തിട്ട് വരാം. ചാക്ക് വേണ്ടേ? കൈയും വീശി പോന്നു. ഭയങ്കര കോക്കയാണ് താഴോട്ട് പോകാം. പോയി ഞാനും തക്കി കിടന്ന് ഉറങ്ങി കേട്ടോ. നല്ല ഉറക്കമുണ്ടോ?
ഞാനും പൊക്കോണ്ടിരുന്ന. ഇന്ന് മമ്മി ആശുപത്രിയിൽ പോയോണ്ട് ആശുപത്രിയിൽ പഞ്ചായത്തിൽ പോയതാ. ആശുപത്രിയിലും പോയിട്ടേ വരത്തുള്ളായിരിക്കും. അല്ലെ തക്കിയ മമ്മിയുടെ അടുത്ത് ആക്കിയിട്ട് ഞാനും കൂടെ വന്നേന് പെറുക്കിയേന്. ഞങ്ങൾ അങ്ങനെയാ വരുത്ത് എല്ലാ മാസവും. എപ്പോഴും എപ്പോൾ വന്നാലും അങ്ങനെയാ വരുന്നത്. ഇപ്രാവശ്യം മാത്രം ചേട്ടായി ഒറ്റയ്ക്ക് മടുത്തു പോകും. അപ്പം ബാക്കി വീഡിയോ ചേട്ടായി വന്നിട്ട് കാണാം. ഇതൊരു വീടാകട്ടോ. ഈ വീട്ടിൽ താമസിച്ചോണ്ട് അവർ നേരത്തെ ഇവിടെ വെട്ടിക്കൊണ്ടിരുന്നവർ ഇതാണ്ടോ. നല്ലൊരു വീടാ. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരാൾക്ക് താമസിച്ചോണ്ട് ഇവിടെ പെട്ടുമൊക്കെ ചെയ്യാം. അങ്ങനെയായിരുന്നു ഞങ്ങൾ എടുക്കുന്നതിന് മുമ്പ്. ഇവിടെ ഒരാളുണ്ടായിരുന്നു. അവർ പോയി. അപ്പോൾ അവർ വേറെ എവിടെ പോയി. നമ്മളിതെടുത്തു. വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത. കറണ്ടൊക്കെ ഉണ്ട്. നല്ലൊരു വീടാണ്. കണ്ടോ, വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത. തെങ്ങുണ്ട്, റബ്ബറുണ്ട്. ഇവരുടെ തന്നെ സ്ഥലമാണ്. ഈ ഓണറിൻ്റെ തന്നെ. നമ്മുടെ വണ്ടി റോഡിൽ കിടക്കുന്നു. ഇത് മെയിൻ റോഡാണ്. ഇവിടുന്ന് സ്റ്റെപ്പ് കയറി കുറച്ചങ്ങോട്ട് കയറിയ മെയിൻ റോഡാണ്. ആ റോഡേ വണ്ടിയൊക്കെ പോകുന്നത്. ഇതാകണ്ട. കറണ്ടൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ ഇല്ലാത്ത. അതായിരിക്കും അവരിട്ടേച്ച് അവർ വേണ്ടെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വർക്ക് ഒട്ടുപാലൊക്കെ എടുത്ത് കഴിഞ്ഞു കേട്ടോ. വണ്ടി കയറ്റിയേ. ഇനിയിപ്പോൾ വൈകുന്നേരം വന്ന് വെട്ടിയിടണം കേട്ടോ. ഇവിടെ വെട്ടിയിട്ട് 2 ദിവസമായി. ഒന്നരാടം വെട്ടിക്കൊണ്ടിരുന്ന, പക്ഷേ 2 ദിവസമായി വെട്ടിയിട്ട്. അപ്പോൾ വൈകുന്നേരം വന്ന് വെട്ടിയിടണം. അത് കുഴപ്പമില്ല, അതെനിക്ക് വിഷയമുള്ള കാര്യമല്ല. ഇത് കേരള പണി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ മണക്കുന്ന മണം കേട്ട് എന്നെ എൻ്റെ അടുത്തായാലും വന്നു നിന്ന് കഴിഞ്ഞാൽ സാധാരണ റബ്ബർ വെട്ടുന്ന ആൾക്കാർ കുഴപ്പമില്ല. അല്ലാതെ അത്യാവശ്യം ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന് നിൽക്കുന്ന വേറെ ആരെങ്കിലും ആയാലും ഓടും എൻ്റെ അടുത്ത് വന്നു. കാരണം ഐറ്റ സ്മെല്ലായിരിക്കും. ഞാൻ മേല് മുഴുത്ത ഒട്ടുപാലാണ്. എൻ്റെ ഒട്ടുപാലിൻ്റെ വെള്ളമാണ്. അപ്പോൾ നമ്മൾ സാധനം വണ്ടി കയറ്റി കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒട്ടുപാൽ നമ്മൾ കയറ്റി വെച്ചു കേട്ടോ. ഒട്ടുപാൽ ഇതിൻ്റെ അകത്ത് നിറച്ച് ഒട്ടുപാലുണ്ട്. പിന്നെ ഈ ബക്കറ്റിലും ഒരു ചാക്കിലുമായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 ആഴ്ചത്തെ വെട്ട് നല്ല ഒട്ടുപാല കേട്ടോ. ഏകദേശം ഒരു 10-12,000 രൂപ ഒട്ടുപാലുണ്ടാവും കേട്ടോ. ഇതാണ് നമ്മൾ പറയുന്നത്. പൈസ കണക്ക് പറയുന്നതല്ല, പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലും ഇല്ലുണ്ട് സാർ, ഇന്ന രീതിയിലൊന്നുമല്ല, ഏത് രീതിയിലും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുള്ളതാണ് അല്ലേ. യൂട്യൂബിൽ കഷ്ടപ്പെടാം, അല്ലാതെ ഒരുപാട് പേരുണ്ട് വലിയ ടൈ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആൾക്കാർ അല്ലേ. അവർക്കൊരു മാസം, അതായത് ടൈ മാത്രം ഇട്ടിട്ട് നല്ല സ്റ്റൈലിൽ AC റൂമിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. എൻ്റെ കൂട്ടുകാരന്മാരെ തന്നെ ഉണ്ട്. തെറി പറയാമാരെ വീഡിയോ ഉണ്ടാകും. പക്ഷേ അവന്മാർക്ക് ആകെ 12,000 രൂപ അല്ലെങ്കിൽ 7,000 രൂപ 8,000 രൂപയൊക്കെ കിട്ടുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഈ മഴ കയറി ഇറങ്ങിയാലും നമുക്ക് 2 സ്ഥലത്ത് പാട്ട് എഴുതാൻ കൂടി നമുക്ക് ഏകദേശം 10-40,000 രൂപേൻ്റെ വരുമാനം കിട്ടും. ഇതല്ല അപ്പോൾ യൂട്യൂബിൻ്റെ മാർക്കറ്റിൽ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള റിസൾട്ടേ കിട്ടുള്ളൂ. റിസൾട്ട് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള വർക്ക് വേണം. 2 ദിവസം കഷ്ടപ്പെടണം. തക്കിരി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. സന്തോഷ സൂചകമായി കിട്ടിയതിനെ സ്വീകരിച്ച് പണിക്കാരാ ഞങ്ങളിതാ പോകുന്നേ, ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ നേരെ ഇനിയുള്ള പരിപാടി ഞാൻ പറഞ്ഞത്. അതിന് നേരെ വീട്ടിൽ പോന്നു. അല്ല, വീട്ടിൽ പോകുന്നതിന് മുന്നേ ഇവിടെ അടുത്തുള്ള കൊണ്ടാട്ടി ഞങ്ങളുടെ കൂടെ വന്നുകൊണ്ട് ഇന്ന് ഭക്ഷണം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മടിച്ച് ഉണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. രാവിലെ ചപ്പാത്തി എന്തൊക്കെയോ കടലക്കറിയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഉച്ചക്കത്തൊക്കെ ചോറുണ്ടാക്കിയിട്ടില്ല. പിള്ളേരും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ അതിനെ തക്കിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് ഈ മണവും പിടിച്ചിട്ട് ഹോട്ടലിലോട്ടാണ്. ഹോട്ടലിലോട്ട് പോയിട്ട് എന്തെങ്കിലും മജിബൂസ്, നമ്മുടെ നാട്ടിൽ മജിബൂസ് എന്ന് പറയും കേട്ടോ. ബിരിയാണി അല്ല, വേറെ സംഭവമാണ്. മഞ്ഞച്ചോർന്ന് അങ്ങനെയൊക്കെ പല നാട്ടിൽ പറയാം. അപ്പോൾ അതുപോലെ 2 മേടിച്ച് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകണം. 3 മേടിക്കാം അല്ലേ. 3 മേടിക്കുന്നത് പുന്നരെ നക്കുടുമ്പോൾ ഓർമ്മ കൊടുക്കാം. അതുകൊണ്ട് 3 മേടിച്ച് നമ്മൾ നേരെ വീട്ടിൽ പോന്നു. വീട്ടിൽ പോയി ഒട്ടുപാൽ വിട്ടിട്ട്
നല്ലോണം കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കിടക്കുന്നു. അതിന് ശേഷം രണ്ടാമത് പിന്നെ നമ്മളിവിടെ വെട്ടാൻ വരും കേട്ടോ. അതാണ് പരിപാടി ഇന്നത്തെ. പിള്ളേരെ കൂട്ടാൻ പോകണം. അത് കഴിഞ്ഞിട്ട് പിള്ളേരെ കൂട്ടി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇവിടെ വന്ന് വെട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് പണി. അതല്ല, അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയി, ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ടാകും കേട്ടോ. അത് വേറെ കാര്യം. ഒരുപാട് സംശയങ്ങൾ, കാര്യങ്ങൾ, ചിലപ്പം യൂട്യൂബേഴ്സിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ടാകും. അത് ചെയ്യണം കേട്ടോ. അത് വേറെ കാര്യം, മറന്നു കേട്ടോ അതിനിടയ്ക്ക്. അപ്പോൾ കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ, ഇന്ന് ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട്, ചെയ്യാൻ തീരാത്ത പോലെ വർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളിന്ന് വെട്ടാൻ പറ്റുന്നുണ്ടാവും അല്ലേ. നാളെ വെട്ടാനുണ്ടാവുള്ളൂ. അപ്പോൾ കൂടുതൽ വർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് വെട്ടാൻ വരും, അല്ലേ വെട്ടാൻ വരും. അപ്പോൾ ഗൈസ്, ഇത്രയും നേരം എൻ്റെ എന്താ പറയുക, അല്ല കഠിനാധ്വാനമല്ല, എൻ്റെ വാചകടി കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ നേരം ബൈ.